ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ മൂന്നാമത്തെ ചാനലാണിത്. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ തേർഡ് ചാനലാണിത്. 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളം. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. മെസ്സേജ് ചെയ്താൽ മതി. വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ. കോളിംഗ് ചെയ്യണ്ട, ബിക്കോസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഈ ഒരു ചാനലിൽ നമ്മൾ എപ്പോഴും ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 പൈൽസ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, സ്മൂത്ത് ഗോയിങ്, അങ്ങനെ എല്ലാ സിറ്റുവേഷനിലും ഇത് റീസണേറ്റ്, എല്ലാ സിറ്റുവേഷനിലും പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. പിന്നെ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ജനറൽ റീഡിംഗ് ആണ്. പിന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും. ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. 2 പൈൽസ് ആണ് ഇവിടെ. ഫസ്റ്റ് പയലായിട്ട് കൊടുത്തിരിക്കുന്നത് ട്രൂ ലവ് ആണ്. ഓക്കെ, ട്രൂ ലവ് ആണ്. ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. ഓക്കെ, ഇതൊരു ട്രൂ ലവ്, ആത്മാർത്ഥ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. കാവൽ മാലാഖമാര് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ദെൻ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ എന്ന് പറയുന്നുണ്ട്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി ആൻഡ് അട്രാക്റ്റീവ്. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വില കൊടുക്കൂ, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ദ ട്രൂ ലവ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ട്രൂ ലവ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് സ്പ്രെഡ് നോക്കാം. വാട്ട് വിൽ ബി ദ സ്പ്രെഡ്? ഓക്കെ, ദ വൺ റിംഗ് സർക്കസ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഓൾസോ ദ സെക്കൻഡ് കാർഡ് വിൽ ബി ദ മൂൺ ലൈറ്റ്. ആൻഡ് ഓൾസോ ദ മാജിക്കൽ ഷേപ്പ് ഷിഫ്റ്റർ. ആൻഡ് ഹിയർ ദ ഒറാക്കിൾ ഗൈഡൻസ്, ദ ഡിവൈൻ ഹീലിംഗ് പ്ലസ് ദ ഫെയ്ത്ത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 8 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. ഇപ്പൊ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സോ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്ക് ടു റീഡിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അവർക്കും കൂടിയൊക്കെ ആയിട്ടാണ് ഈ പറയുന്നത്, അറിയാത്തവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രൂ ലവ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ അകന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും പഴയതുപോലെ സംസാരിക്കാത്ത അവസ്ഥ, മനസ്സ് തുറന്ന് സംസാരിക്കാത്ത അവസ്ഥ. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ 2 പേരും ഒരേപോലെ ദുഃഖിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആ വ്യക്തി എന്നെ ഓർക്കുന്നത് പോലുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകണം. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ബിക്കോസ് ഈ പേഴ്സൺ അങ്ങനെ ഹാപ്പിയൊന്നുമല്ല, വളരെ വിഷമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് എങ്ങനെ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കാര്യം പരിഹരിക്കാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സ് കൊണ്ട് വ്യക്തമാകുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് 3 കാർഡ്സിലും നമുക്ക് മൂണാണ് കാണാൻ പറ്റുന്നത് അല്ലേ? ഇതൊരു ന്യൂ മൂൺ ആയിട്ട് കാണാം, ഇത് അത്യാവശ്യം ഒരു ഹാഫ് മൂൺ ആയിട്ട്, ഇത് ഫുൾ മൂൺ ആയിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൂൺ എനർജി, അതായത് ചന്ദ്രന്റെ ഊർജം എന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. അതായത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരും, ചിലപ്പോൾ നിരാശയായിട്ടിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾക്കും ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള ധാരാളം ഓർമ്മകൾ വരികയും നിങ്ങൾക്ക് ഈ പേഴ്സണെ എന്താ പറയാ, ഈ പേഴ്സണ് മെസ്സേജ് ചെയ്യാനൊക്കെ തോന്നുകയും ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടും ഉണ്ടാകണം. ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ കിട്ടാത്ത ഒരവസ്ഥയും ഒക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കരമായിട്ട് സംസാരിക്കണം എന്ന് തോന്നിക്കുന്നത് ഒന്നില്ലെങ്കിൽ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ആയിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്തരം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചന്ദ്രന്റെ ഭയങ്കര ഊർജം, ചിലപ്പോൾ ചന്ദ്രഭഗവാനെ വെച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാകണം, നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകണം. സോ എന്താണെന്ന് അറിയില്ല, ആ ഒരു ഊർജം നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇത് ഗാഢമായിട്ട് ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സെപ്പറേറ്റഡ് ആയിപ്പോയി, അതിന് തക്കതായിട്ടുള്ള കാരണവുമുണ്ട്. ഇവിടെ നമുക്ക് കൂടുതലും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളുമാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കാം. ഇപ്പൊ ഹിന്ദു തന്നെയാണെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫറെന്റ് റിലീജിയൻ ആയിരിക്കണം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ആയിരിക്കണം. എന്തുകൊണ്ടോ ഇവിടെ നമുക്കറിയാം വൺ റിംഗ് സർക്കസ് ആണ് കാണിക്കുന്നത്. ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആ ഒരു, ബിക്കോസ് ഈ നമുക്കറിയാം ഈ ഒരു വ്യക്തി ഇരിക്കുന്നത് അത്രയും ഹൈ റിസ്കിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് അല്ലേ? ചുറ്റിനും കടലാണ് കാണിക്കുന്നത്, അതിൻ്റെ മുകളിലായിട്ട് ഒരു റോക്ക്, ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാറക്കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ആന നിൽക്കുന്നു, അതിൻ്റെ മുകളിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ കണ്ണാണെങ്കിൽ കെട്ടിയിട്ടുമുണ്ട്. സോ നമുക്കറിയാൻ പറ്റും അത്രത്തോളം റിസ്കിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസ്ക് എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അതിനെക്കുറിച്ച്, കാരണം നിങ്ങളെ ഇവിടെ പറയത്തക്ക രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പ്രപഞ്ചശക്തി മാത്രമുള്ളൂ. ഓക്കെ, പ്രപഞ്ചശക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ആയി പോകുന്നില്ല. അതായത് നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം സംസാരിക്കണ്ട എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ മാസങ്ങളോളം ഒക്കെ സംസാരിക്കാണ്ടൊക്കെ ഇരിക്കും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഈ പേഴ്സൺ ആണെങ്കിലും വേറെ വ്യക്തിനെ തിരഞ്ഞെടുക്കാനോ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ എങ്ങനെയൊക്കെയോ ഒന്നിക്കണം എന്നുള്ള രീതിയിൽ വിധിക്കപ്പെട്ട ആൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അത് തീർച്ചയായിട്ടും ഇവിടെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടീവ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെയും വേറെ കല്യാണത്തിനൊക്കെ നിങ്ങളുടെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സണെ ആണെങ്കിലും വേറെ വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ടാകണം. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ശരിയാകുന്നില്ല. അതായത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ചധികമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. മുജ്ജന്മ ബന്ധം അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് റിസ്ക് എടുക്കണം, അതിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ റിസ്ക് എടുക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കണം നിങ്ങളും നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സണ് പലതരത്തിലുള്ള, അത് ഈ വ്യക്തിക്ക് ആയിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, പലതരത്തിലുള്ള ടെലിപ്പതിക്കൽ കണക്ഷൻസ് അല്ലെങ്കിൽ ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സൈനുകൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിൽ വിചാരിക്കുകയാണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ കൂടുതൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സൈനുകൾ, അടയാളങ്ങൾ യൂണിവേഴ്സ് ഈ പേഴ്സന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ വന്നതോടുകൂടി, കാരണം മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും നമ്മൾക്ക് നല്ലത് തരണം എന്നില്ല. ചില ആൾക്കാർ നമ്മളെ ഭയങ്കര പടുകുഴിയിൽ ഇട്ടിട്ടൊക്കെ പോയി കളയും. ചില ആൾക്കാർ നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. ചില ആൾക്കാർ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും. സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ജീവിതത്തിലേക്ക്. ഇപ്പൊ നമുക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചിട്ട് പോയി കളയും. സോ പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വന്നു പോകും. സോ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലും ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലും വന്നതോടു കൂടിയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള വളർച്ചകൾ, നിങ്ങൾക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ്, സമാധാനം കിട്ടാത്ത അവസ്ഥ, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു 97% മോചനം ലഭിക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത്. സോ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു തുടർക്കഥയായിട്ടാണ് ഈ ഒരു ലൈഫിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി, ഈ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും എവിടെയും വെച്ചിട്ട് അവസാനിക്കുന്നില്ല. ബിക്കോസ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ എന്തിരുന്നാൽ പോലും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നത്. കാരണം ഒരു റിലേഷൻഷിപ്പില് റിസ്ക് എടുക്കാൻ തയ്യാറാവണമെങ്കിൽ ആ റിലേഷൻഷിപ്പിനോട് സത്യസന്ധതയുള്ളത് കൊണ്ടാണല്ലോ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ശ്രമിക്കുകയില്ലല്ലോ. സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ പേഴ്സൺ പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം തരുന്നില്ല, കറക്റ്റ് ആയിട്ട് ഒന്നും തരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വിഷമം വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോടോ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ ഒക്കെ ചിലപ്പോൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് തെറ്റായിട്ട് പറയുന്നുണ്ടാകണം. ബിക്കോസ് അവൻ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്നെ ചതിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകണം. പറയുന്നില്ലെങ്കിൽ നല്ല കാര്യം, പക്ഷെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ഈ പേഴ്സൺ നമ്മൾ പറയില്ലേ, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുന്നത് ഒരു 5 സ്റ്റെപ്പ് മുന്നോട്ട് ചാടാനാണെന്ന്. ആ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡിവൈൻ ഹീലിംഗ് ആണ്. ദ യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഹോണർ യുവർ സെൻസിറ്റിവിറ്റി, റിട്രീറ്റ് ടു റീചാർജ് ആൻഡ് ഹീൽ, യുവർ ലൈറ്റ് ക്യാൻ സപ്പോർട്ട് അതേഴ്സ്. അപ്പോൾ ഹീല് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അതൊരിക്കലും ഈ പേഴ്സൺ വേണമെന്ന് വെച്ചിട്ട് സംഭവിച്ചതല്ല. അത് ആ പേഴ്സന്റെ സിറ്റുവേഷൻ കാരണം, ആ ഒരു വീട്ടിൽ നിന്നുള്ള പ്രഷർ, അതുപോലെ ഈ ഒരു റിലീജിയൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം ഈ പേഴ്സൺ അങ്ങനെയൊക്കെ പെരുമാറി പോകുന്നതാണ്. ചിലപ്പോൾ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടൊക്കെ ഉണ്ടാകണം, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകണം. സോ അത് ഒരിക്കലും വേണമെന്ന് വെച്ചിട്ടല്ല, ഈ പേഴ്സൺ അങ്ങനെ സാഹചര്യം അങ്ങനെ ആക്കുകയാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തകർന്നു പോകുന്ന തരത്തിലുള്ള മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തകരാൻ നിൽക്കരുത്, തകർന്നു പോകാൻ നിൽക്കരുത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ബിക്കോസ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഓക്കെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇതാണ്, അതുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സോ ഞാനാണത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കേണ്ടത്. സോ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഈ വ്യക്തി ഉത്തരം തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളോട് സ്നേഹമില്ല, താല്പര്യമില്ല എന്നല്ല. ഈ പേഴ്സൺ ഇപ്പൊ ഒന്നും തീർത്ത് പറയാനായിട്ട് ഉള്ളൊരവസ്ഥയിലല്ല. ഒന്നും ഈ പേഴ്സൺ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ സൈലൻസിൽ നിൽക്കുന്നത്, നിശബ്ദത പാലിക്കുന്നത്. സോ നിങ്ങളത് മനസ്സിലാക്കി ഒരു കൂളായിട്ടുള്ള ഒരു എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മൾക്ക് ലഭിക്കുന്നത് ദ ഫെയ്ത്ത് കാർഡാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാകണം. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ അറിഞ്ഞ്, വീട്ടുകാരൊക്കെ അറിഞ്ഞ്, ആ പേഴ്സന്റെ വീട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ട് വളരെ വലിയൊരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. സോ അവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസം കൈവിട്ട് പോയിട്ടുണ്ടാകണം. സോ അങ്ങനെ വിശ്വാസം കൈവിട്ട് പോകേണ്ട ആവശ്യമില്ല. സ്റ്റേ കാം, സമാധാനത്തോടു കൂടി ഇരിക്കുക. ട്രസ്റ്റ് ദ ഗുഡ് ഇൻ യുവർ സെൽഫ്, അതായത് നല്ല കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് ഈ ഒരു ട്രൂ ലവ് തന്നെയാണ്. റൊമാൻസ്, ഹൈ റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു റൊമാൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഈ പേഴ്സൺ. സോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്ന നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ടാരറ്റ് റീഡിംഗ് ഒന്നും കാണുന്നില്ലായിരിക്കാം, നിങ്ങൾ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സന്റെ അടുത്ത് എന്താ പറയാ, ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ആ പേഴ്സണും നിങ്ങളും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഈ ഒരു ഡിവൈൻ മെസ്സേജസ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 8 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്, ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, കോൾ ചെയ്യേണ്ട, വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, അതായത് ഏറ്റവും ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫ് താനെ വന്നോളും എന്നുള്ളതാണ് സെക്കൻഡ് പൈല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ് ദാറ്റ് വി ഗോട്ട് ഇൻ ദ സെക്കൻഡ് പൈൽ. ദ ബോണ്ട് കളക്ടർ റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദ മെറ്റമോർഫിസിസ്, ഓക്കെ, ദ കമ്മിങ് അപ്പാർട്ട്, ഗ്രേറ്റ്, interesting, and also the magic manifestation, okay, the Isis, the Shekinah, the sacred self,
ഓക്കെ, അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 8 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് ആണ് ഏപ്രിൽ മാസത്തിലെ. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിങ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, ഏതൊരു ഇവിടെ നമുക്ക് ഈ ഒരു സെക്കൻഡ് പൈലില് നമുക്ക് സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഒട്ടും തന്നെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഭയങ്കര സ്മൂത്ത് ഗോയിങ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ ടോട്ടലി ഒരു സെപ്പറേഷൻ പീരീഡ്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് പീരീഡ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥ. അതായത് നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക്, അത് ബ്രേക്കപ്പ് എന്നും പറയാം, ബ്രേക്ക് എന്നും പറയാം. ഒരു ഇടവേള ഇട്ടിരിക്കുക എന്ന് പറയില്ലേ, അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയാണ് എനിക്ക് കുറച്ച് സമയം തരൂ, എനിക്ക് കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ വ്യക്തിയോട് പറയാം എനിക്ക് കുറച്ച് സമയം വേണം, ഐ നീഡ് സം ടൈം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. ബിക്കോസ് അത്തരത്തിലൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ രണ്ടുപേരും, നിങ്ങളുടെ പേഴ്സന്റെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യനാണ്, നമ്മൾ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, ഫൈൻ. ജീവനുള്ള എന്ത് വസ്തുവും ചെയ്യുന്ന ഒരു കാര്യമാണ് തെറ്റ്, ശരിയും. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തിരിക്കുന്നത് ഈ പേഴ്സൺ ആണ്, നിങ്ങളല്ല. നിങ്ങൾ കുറച്ചും കൂടെ സമാധാനത്തോടു കൂടിയും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എടുത്തുചാട്ടക്കാരല്ല, ചീത്ത പറയില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടില്ല, എല്ലാത്തിലും ഒരു സമീപനം പാലിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അത് നിങ്ങൾ കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിവൈൻ ആയിട്ടുള്ള, ഒരു ദൈവികതയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം റൂഡായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് അഗ്രസീവ് ആവുക, പെട്ടെന്ന് ഒച്ചയിൽ ഷൗട്ട് ചെയ്യുക, ഓക്കെ, ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ കാമുകി ഓക്കെ, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണെന്നും അതിന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളെ ചീത്ത വിളിക്കുന്നു, നിങ്ങളുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുന്നു, അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും അറിയാത്ത പോലെ വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും കൂളായിട്ട് സംസാരിക്കുന്നു, വീണ്ടും ഇതുപോലെ ചെറിയ കാര്യത്തിന് പ്രശ്നമാക്കുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു, വീണ്ടും ഒന്നും അറിയാത്ത പോലെ വരുന്നു. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫൊക്കെ ആണെങ്കിൽ അവരുടെ അച്ഛനമ്മക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും തരാതെ നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഫ്രണ്ട്സിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുക. സോ നിങ്ങളെയും ആ ഫ്രണ്ട്സിനെയും കൂടി വെച്ച് കമ്പയർ ചെയ്യുക. സോ ഒരുപാട് മണ്ടത്തരങ്ങളായിട്ടുള്ള തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്നത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നും അത് ഇനി മുന്നോട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകരുതെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അതാണ് നമുക്ക് റിവേഴ്സ് എനർജി കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഈ പേഴ്സൺ മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. അതായത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിപാലിച്ച് മരുന്നൊക്കെ കൊടുത്ത് ആ മുറിവിനെ ഉണക്കണം അല്ലേ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്രണങ്ങളുണ്ട്, മുറിവുകളുണ്ട്. അത് തീർച്ചയായിട്ടും ഉണങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കണം. ഈ പേഴ്സൺ ആണെങ്കിൽ അത് വിചാരിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല.
എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളത് പലതവണയും ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകണം, പലതവണയും നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവമായിട്ട് കിടക്കുന്ന ഒരു കാര്യം. ആൻഡ് ഓൾസോ വി ഗോട്ട് ദ മെറ്റമോർഫിസസ് ബിക്കോസ് വി നോ, അതായത് നമ്മുടെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഏതൊരു ജീവജാലകം ആയാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ മനുഷ്യരാണെങ്കിൽ കുഞ്ഞിക്കുട്ടികളായിട്ട് ഇരിക്കുകയല്ല, ജനിച്ച ഉടനെ ശിശുവാണ്, ശൈശവം, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, അങ്ങനെ അങ്ങനെ പോവുകയാണ് അല്ലേ? ഓരോ സ്റ്റേജസ് ആണ്. അപ്പൊ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അവിടെ നമുക്ക് പല തരത്തിലുള്ള പാഠങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള തെറ്റുകൾ പറ്റുന്നു, പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബട്ടർഫ്ലൈസിന്റെ കാര്യം. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നത് ബട്ടർഫ്ലൈസിനെയാണ്. ഓക്കെ, തുമ്പികളെയാണ്. സോ തുമ്പികൾ എന്ന് പറയുന്നത് കാറ്റർപില്ലർ തൊട്ട് ബട്ടർഫ്ലൈ ആകുന്ന ആ ഒരു സ്റ്റേജ്, അത് പെയിൻഫുൾ ആണ്. സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട്, അല്ല അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കാറ്റർപില്ലർ തൊട്ടിട്ട് ബട്ടർഫ്ലൈയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അവര് അതിന് വേണ്ടിയിട്ട് സമയം കളയുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്, ത്യജിക്കുന്നുണ്ട്, വേദനകൾ അനുഭവിക്കുന്നുണ്ട്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലും വേണ്ടത്. പക്ഷെ അത് നിങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ബട്ടർഫ്ലൈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാതെ കാറ്റർപില്ലറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ഒരു മാറ്റം സംഭവിക്കില്ല അല്ലേ? പക്ഷെ ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. പഴയ ചെയ്തു പോയിട്ടുള്ള പഴയ ഓൾഡ് മെമ്മറീസ്, അല്ലെങ്കിൽ പഴയ മോശപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. ഓക്കെ, നീ എന്നോട് അന്ന് അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ. ഈ പേഴ്സൺ ചെയ്തതൊന്നും ഈ വ്യക്തിക്ക് ഓർമ്മയില്ല. ഈ പേഴ്സൺ അതിന്റെ അപ്പുറം ചെയ്യും, പക്ഷെ അതൊന്നും ഈ പേഴ്സൺ ഓർമ്മയില്ല, അതൊന്നും ഈ പേഴ്സണ് സമ്മതിച്ചു തരാൻ പറ്റില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിവൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്തെങ്കിലും ഒരു ചിന്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പേഴ്സണെ കുറിച്ച് വരും. അത് ഈ പേഴ്സണോട് ചോദിക്കുമ്പോൾ അത് സത്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയും. ഓക്കെ, അത് സത്യമായിരുന്നു, ഞാൻ ആ കണ്ട സ്വപ്നം സത്യമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയും. സോ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കുഴിയിൽ വീണിട്ട് വേറൊരു വ്യക്തി കൈ കൊണ്ടുവരികയാണ് കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്, കൈ പിടിച്ചുയർത്താൻ. പക്ഷെ ഈ നിങ്ങളുടെ പേഴ്സൺ ആ കൈ പിടിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഈ കുഴിയിൽ തന്നെ കിടന്നോളാം, അല്ലെങ്കിൽ ഞാൻ ഈ പണ്ടത്തെ സ്വഭാവത്തിൽ തന്നെ ഇരുന്നോളാം എന്നുള്ള ഒരു വാശിപിടുത്തമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. ആക്ച്വലി ഇവിടെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ചെറിയ രീതിയിലെങ്കിലും ഈ പേഴ്സണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്, ദ തേർഡ് കാർഡ് ഈസ് ഷോയിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾക്ക് വാക്ക് തന്ന എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ മദ്യപിക്കില്ല എന്നുള്ള വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകണം. സോ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അതനുസരിക്കാതെ ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകണം, പുകവലിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു എന്താ പറയാ വാക്ക് തന്നിട്ട് ഇപ്പോൾ ആ പേഴ്സൺ പറയുന്നത് എന്നെ കൊണ്ട് സാധ്യമല്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും നടക്കില്ല, ഞാൻ ആകെ സ്റ്റക്കാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. സോ ആ ഒരു വാക്ക് പാലിക്കാത്തതിനുള്ള, ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സോ ആ ഒരു കാര്യത്തിനുള്ള ജാള്യത, അല്ലെങ്കിൽ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ. സോ അതിന്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു നാണക്കേട് പോലെയുള്ള ഒരു ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യാനും
നിങ്ങളോട് തുറന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാലും ഈ പേഴ്സൺ അധികം ഇങ്ങോട്ട് സംസാരിക്കാത്തതും ഒരു പരിധി വരെ ഈ ഒരു വാക്ക് പാലിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചമ്മല് അല്ലെങ്കിൽ ആ ഒരു ജാള്യത അത് ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ നേരിട്ട് കണ്ടാൽ പോലും ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. സോ നേരിട്ട് കണ്ടാൽ പോലും എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഒക്കെ ഒരു മടിയുള്ള ക്യാരക്ടറായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ പേഴ്സൺ പണ്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകണം. പക്ഷെ അത് ഇപ്പോൾ ഈ പേഴ്സണ് എന്താണ് അത് പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനം നടത്തിയത് എനിക്ക് പാലിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. സോ ഞാൻ ഒരു വേസ്റ്റ് ആയി പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ വാക്കിന് വിലയില്ലാത്തവനായി പോയില്ലേ, വിലയില്ലാത്തവളായി പോയില്ലേ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയെ അലട്ടുന്നുണ്ട്. സോ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു ലജ്ജ, ഒരു നാണക്കേട് തോന്നിക്കുന്നുണ്ട്. സോ ആ ഒരു വ്യത്യാസം ഈ വ്യക്തിക്ക് ഉണ്ട്. കാരണം പണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു വികാരം പോലും ഇല്ലായിരുന്നു. അതായത് അങ്ങനെ വാക്ക് പാലിക്കുക അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് നോക്കാനാണെങ്കിൽ ഈ പേഴ്സണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സണിൽ ഒരു വൃത്തിയായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ കാർഡ് തന്നെയാണ്. അതായത് ഈ പേഴ്സൺ ആ ഒരു ജാള്യത അല്ലെങ്കിൽ ആ ഒരു നാണക്കേട്, ഓക്കെ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള കുറച്ചെങ്കിലും ഒരു നാണം അത് ഈ പേഴ്സൺ ഉണ്ട്. അപ്പൊ അതെങ്കിലും ഉള്ളത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ബിക്കോസ് ഈ പേഴ്സൺ അത്രത്തോളം റൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ആ ഒരു നാണക്കേട് വന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളും അങ്ങനെ നിങ്ങളും അങ്ങനെ റിലേഷൻഷിപ്പിന് വലിയ വില വെക്കാതെ നടക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ പേഴ്സണ് ചിലപ്പോൾ അത്രയും ഫീൽ ആവില്ല. പക്ഷെ നിങ്ങൾ അത്രയും 100% സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കാനായിട്ട് ധൈര്യപ്പെടാത്തത്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു വിജയമാണ് അത്. ഓക്കെ, യെസ്, ദ മാജിക് മാനിഫെസ്റ്റേഷൻ ആണ്. ബിക്കോസ് നിങ്ങളുടെ ഡ്രീംസ്, വിഷൻസ് ആൻഡ് ഗോൾസ് ബിക്കമിങ് റിയാലിറ്റി. സ്റ്റേ ഫോക്കസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാജിക് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കിയും കണ്ടും വേണം ചിന്തിക്കാനായിട്ട്. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റി ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. And also the Shekinah we got, the half moon. Yes, unleash your spirit, express your gift, dance to the rhythm of the life. അപ്പോൾ അത് ഈ പേഴ്സണെ കുറിച്ചിട്ട് ഓർത്തിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞ് നെഗറ്റീവായിട്ട് ഇരിക്കാണ്ട് നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കൂ. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കൂ. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ ഫോക്കസ്ഡ് ആവൂ. ആൻഡ് ഓൾസോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സൂപ്പർബ് ആയിരിക്കും. ആൻഡ് ഓൾസോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പല തവണയും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ പ്രാധാന്യം കളഞ്ഞിട്ട് ഈ വ്യക്തിയുടെ പുറകെ പോയിട്ടുണ്ടാകണം. എന്നെ സ്വീകരിക്കൂ, എന്നെ ഇഷ്ടപ്പെടൂ, എന്നോട് ഇഷ്ടമെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ പുറകെ പോയിട്ടുണ്ടാകണം, അപേക്ഷിച്ചിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ ഒരു വിലയും നിങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ആ പുറകെ പോകുന്ന പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മാത്രമേ ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ഷൻ വരികയുള്ളൂ. ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഈ പേഴ്സണ് ഒരുപാട് വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആവാത്തതും ഇങ്ങനെ കർമ്മത്തിൽ തന്നെ, അതായത് ഈ ചീത്ത കർമ്മങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നതും ഒരു പരിധി വരെ അതുകൊണ്ടാണ്. അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. ആ ഒരു സമയം ഈ വ്യക്തിക്ക് കൊടുക്കുക. ഓക്കെ, സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 8 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും.
ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.